എനിക്ക് ചിരി വരുന്നു, അഭിനയിക്കാൻ അറിയണില്ല. സാറില്ല അവിടെ വന്നിട്ട് നോക്കാം. ഞാൻ ഓക്കേന്ന് പറ. അതെ, ഇപ്പൊ ഗ്രേസിന്റെ സ്കൂൾ ബസ് വന്നു. ഇലക്ട്രിക്കൽ ബേട്ട ഇതൊരു കാം കറ. ഗുഡ് മോർണിംഗ്. അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണം. അപ്പം താൽക്കാലികമായ പെരുന്നാൾ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പം ഇന്ന് ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞല്ലോ, നമ്മുടെ ഇവിടുത്തെ ഈ പുല്ല് നട്ടതിൻ്റെ ഇടയിൽ കുറേ കളകൾ വന്നിട്ടുണ്ട്. അപ്പം അത് പറിക്കണം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാനും വീടും കൂടിയും പറിച്ചു. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ചേട്ടനെ നിർത്തി പറിക്കാമെന്ന് വെച്ചപ്പോൾ ചേട്ടനെ കൊണ്ടുവരാനായിട്ട് അന്നമ്മടേക്ക് പോവാം. നമ്മുടെ ഡൂഡു കൂടി ഉണ്ട്. ഡൂഡു കൂടി ഉണ്ട്. അപ്പോൾ ആ ചേട്ടനെ കൊണ്ടുവരാനായിട്ട് ഞാൻ അന്നമ്മടേക്ക് പോവാണ്. അപ്പം അന്നമ്മയുടെ പോയിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാരുണ്ട്, ഇതേപോലെ ഹിന്ദിക്കാർ കുറേ പേര് ഇങ്ങനെ പണിക്ക് പോകാൻ റെഡിയായിട്ട് നിൽക്കുന്നവരുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഓരോരുത്തരെ കൊണ്ടുവരുമ്പോൾ അവരുടെ നമ്പർ മേടിച്ച് വയ്ക്കും. അപ്പോൾ ഇവിടുത്തെ നമ്പർ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ നാട്ടിൽ പോയി. അപ്പോൾ അവൻ്റെ ഏതോ ബന്ധത്തിലോ സ്വന്തത്തിലുള്ള ആളെന്ന് പറഞ്ഞത്. എന്തായാലും പുള്ളിക്കാരനെ കൊണ്ടുവരാനാണ് പോണത്. സ്റ്റീവ് മരപ്പെട്ടി കൊണ്ടിട്ടാണ് പനങ്കുരു സൂക്ഷിച്ച് വെച്ചാൽ എന്താ കാണുന്നത്. ഇന്നലെ ഇവിടെ മുറ്റത്ത് കിടന്ന് പറക്കലായിരുന്നത്. അപ്പോൾ അതിവിടെ കൊണ്ടുപോയി കൂട്ടിയിട്ടുണ്ട്. നമ്മുടെ അന്നമനയുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഓപ്പോസിറ്റായിട്ടുണ്ടോ അവരൊക്കെ നിൽക്കുന്നുണ്ട്. കുറേ ആൾക്കാരുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ഇവിടെ വന്ന് ആരെങ്കിലും ഫ്രീ ഉണ്ടെങ്കിൽ ഒക്കെ നമുക്കിങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. അപ്പം ഞാൻ നമ്മുടെ ചേട്ടനെ വെയിറ്റ് ചെയ്യാം. എൻ്റെ 2 ദിവസം മുമ്പ് കഴുത്തിൻ്റെത് ഇവിടെ പെട്ടെന്നൊരു വേന വന്നു. എന്തോ എടുത്ത് പുളുക്കുക എന്തോ ചെയ്തതാണ്. പക്ഷെ ഭയങ്കര വേനയായിരുന്നു. കിടക്കാനും ഉറങ്ങാനൊന്നും പറ്റണ്ടായില്ല. പിന്നെ ഇന്നലെ ഇപ്പോൾ ഡോക്ടറിനെ പോയി കണ്ടു. ഓയിൽമെൻ്റൊക്കെ ഉണ്ട്. അതൊക്കെ പറ്റിയപ്പോൾ ഏകദേശം ഒന്ന് ഓക്കെ റെഡി ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അമ്മയ്ക്കാണെങ്കിൽ ഇതേപോലെ ഞാൻ പറഞ്ഞില്ല, ഓർമ്മയുടെ ഒരു ഇതുണ്ടെന്ന്. അപ്പം അതിന് സോഡിയം കാര്യങ്ങളൊക്കെ അത് കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അമ്മയുടെ ഇന്നലെ കയറ്റി, ഇന്ന് നാളേക്ക് ഉണ്ട്. നാളെ ഉണ്ടോയെന്ന് അറിയില്ല, ഇന്ന് എന്തായാലും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഇനി കുറച്ച് കഴിയുമ്പോൾ ഹോസ്പിറ്റലിൽ പോയി നഴ്സുമാരെയൊക്കെ കൊണ്ടുവന്ന് ട്രിപ്പ് ഇടണം. അപ്പോൾ നമ്മുടെ ചേട്ടൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പണികൾ തുടങ്ങാൻ പോകണം. അപ്പോൾ നമ്മുടെ പുല്ല് പറക്കൽ ഇവിടെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തേക്കാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്ന് വന്നേക്കണ ബൈ. मैं बाय बोलना है, चाचा बोलना है, क्या पूछना है, बोलना है चाचा? ओके. चाचा किधर का है? कलकत्ता. नाम क्या है? സമീം. അപ്പോൾ ഈ ചേട്ടൻ തന്നെയുണ്ട് നമ്മുടെ അവിടെ ഫാം ഹൗസിലും അവിടെയും അന്ന് പുല്ല് പറിക്കാനൊക്കെ വന്നിട്ടുണ്ടായത്. കുറേ പേര് വീഡിയോയിൽ ടേൺ കണ്ടിരുന്നു, ഈ പുല്ലാണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നട്ടു കൊടുത്താൽ പോലെ ഷീറ്റ് വിരിക്കേണ്ട ആവശ്യമുണ്ടോയെന്ന്. നട്ടിട്ടുണ്ടെങ്കിൽ ഉള്ള മെയിനായിട്ടുള്ള പ്രോബ്ലം ഇതാണ്. ഇത് കണ്ടോ, ഇങ്ങനെ ഇതിൽ കളപ്പുല്ലുകൾ ഇങ്ങനെ ഇടയിൽ വന്നിട്ടുണ്ടാവും. ആ പുല്ലുകൾ നമ്മൾ അറ്റ്ലീസ്റ്റ് 2 മാസം കൂടുമെങ്കിലും കറക്റ്റായിട്ട് പറിച്ച് കളഞ്ഞില്ലെങ്കിൽ ഈ പുല്ലിനെ അതൊന്ന് മൂടിക്കളയും. അപ്പം അത് കറക്റ്റായിട്ട് പറിക്കണം. അപ്പം അന്ന് ഞാൻ പറക്കണേൻ്റെ വീഡിയോ ഇട്ടുണ്ടായെന്ന് തോന്നുന്നു. ഞാനും ഇടും കൂടി ഫുൾ അന്ന് ഇവിടെ ക്ലീൻ ചെയ്തിരുന്നു ക്രിസ്മസിൻ്റെ മുമ്പ്. അപ്പോൾ ഇപ്പോഴേ വീണ്ടും പറപ്പിക്കുകയാണ്. ഷീറ്റ് വിരിക്കുകയാണെങ്കിൽ ഇത്രയും കള വരില്ല, കാരണം ഓൾറെഡി പുല്ല് ഫില്ലായിട്ട് നിൽക്കണ കാരണം ഇങ്ങനെ പുല്ല് വരില്ല. ഇതിപ്പോൾ ഇത് കണ്ട ഓരോരോ സാധനങ്ങൾ ഈ മണ്ണിൻ്റെ അടിയിൽ വിത്ത് കിടക്കുന്നതും അത് ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ മുളച്ചിങ്ങനെ വന്നിട്ടുണ്ടാവും. നീ ഇങ്ങനെ നിൽക്ക്. മിഡുവിൻ്റെ കയ്യിൽ നിന്ന് പെർമിഷൻ കിട്ടണമെങ്കിൽ നിന്നെ അകത്ത് കയറ്റാം. ഓക്കെ, സെറ്റ് ഞങ്ങൾ സെറ്റായി. ഇപ്പം ഗ്രേസിൻ്റെ സ്കൂൾ ബസ് വന്നു. ഈ ചാച്ചയ്ക്ക് എന്നിട്ട് ഇഷ്ടം ചോദിക്കേ. ഇവിടെ കണ്ടോ മുതലുമ്മ ഫുള്ളായിട്ട് ഇവിടെ വന്നിരുന്ന ഒരു കിളി. അതെ, എന്തൊരു സാധനം നോക്കണം. കിളി തന്നെയാണോ ഒന്ന്? കുഞ്ഞ കിളി ഇത്രയും കാഷ്ടിടും. ഒരു ലോഡ് കാഷ്ടുണ്ടത് ഈ സൈഡിലുള്ളൂ. പക്ഷെ ഈ സൈഡിൽ അങ്ങനെ അധികമില്ല, അറിയില്ല. ഞങ്ങളുടെ അടുത്തുള്ള വീടിൻ്റെ അടുത്ത് മാവുമ്മ ബൊഗൈൻവില്ല ഉണ്ടായിക്കണുണ്ടോ. മാവിൻ്റെ മുകളിലൊക്കെ ഉണ്ട് കേട്ടോ. അത് അവിടെ തുഞ്ചത്തൊക്കെ നിറയെ ഉണ്ടായി കിടക്കുന്നുണ്ട്. ലൈറ്റ് കാരണം ക്ലിയർ ആവില്ല ചിലപ്പോൾ. രാവിലെ തന്നെ മിഡുവിൻ്റെ നല്ല സൂപ്പർ കാപ്പി എത്തിയിട്ടുണ്ട്. കാപ്പിയാണ് ചായയാണോ? ചായ. ഹായ് സെലീനാമ്മ. വലിയ ജോലിയൊന്നും ഇല്ല.
എന്താ സെലിനാമയ്ക്ക് പ്രശ്നം? സെലിനാമ എങ്ങനെ കിട്ടണ്ടേ? ഇങ്ങനെ സ്റ്റൈലായിട്ട് മറ്റേ മഴക്കാളികളുടെ ലുക്ക് കേട്ടണേ മുമ്പ് കേട്ടാറില്ലേ? പിന്നിൽ ഇങ്ങനെ ഗ്രേസിന് സ്കൂളിലോട്ട് പോയിട്ട പോലെ. ഇപ്പം അമ്മ സെലിനാമയ്ക്ക് ഇപ്പം എന്താ പ്രശ്നം? സെലിനാമ ഇപ്പോൾ ഓക്കെയാണ്. മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞോണ്ടേക്ക് ഞാൻ ഓക്കെയാണ്, ഞാൻ ഓക്കെയാണ്, പവർ, യെസ് ഞാൻ ഓക്കെയാണ്, ഹേയ് ഞാൻ ഓക്കെയാണെന്ന് പറ. ഞാൻ ഓക്കെയാണ് പറ, ഒരു വശം പറ. അവിടെ വന്നിട്ട് നോക്കാം. ഞാൻ ഓക്കെയാണെന്ന് പറ. അതെ ഞാൻ ഓക്കെയാണ്. ഇന്ന് നാളത്തെ കൂടി അമ്മ പൂർണ്ണമായി ഓക്കെ. സ്മെല്ല് ഓഫ് ചെയ്യണോ? നിന്നോട് ചോദിക്കണേ, സ്മെല്ല് ഓഫ് ചെയ്യണോ? അമ്മയ്ക്ക് പറ്റണേ ഓഫ് ചെയ്തോ. അമ്മയല്ലേ മണക്കണേ. ഇത് കണ്ടോ? എൻ്റെ പേരെന്നറിയില്ല, എക്കാമോ സൂപ്പർ. ആ ഇതാണ് സാധനം. ഞാൻ പെട്ടെന്ന് കാണിച്ചു തരുന്നതാണ്. ഇത് ഈ ലിക്വിഡും ഇങ്ങനത്തെ 3 ലിക്വിഡും ഈ സാധനം അടക്കം 800-700 അങ്ങനെയാണ് മേടിച്ചത്. എനിക്ക് ഓർമ്മയില്ല. ഒരു കുറേ നാളായത്, ഒരു 5-6 മാസം മുമ്പ് മേടിച്ചാണ്. ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ല സാധനം ഉണ്ടോ? നല്ല സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഗുഡ് നൈറ്റിൻ്റെ ഒക്കെ മെഷീനില്ല, അങ്ങനത്തെ ഒരു മെഷീൻ. അതിൻ്റെ അടിയിൽ അതിൻ്റെ ലിക്വിഡ് 3 സ്മെല്ലും കിട്ടിയിരുന്നു. അതിൻ്റെ കൂടെ നമ്മളിത് ഓണാക്കി റൂമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ഗുഡ് നൈറ്റ് ഒന്നും തീരുന്ന പോലെ തീരുമൊന്നുമില്ല. ഇതിപ്പോൾ കുറേ നാളെ ഉപയോഗിക്കണം, ഇപ്പോഴും ഇത്ര തന്നെയുണ്ട്. പക്ഷെ ലൈറ്റ് സ്മെല്ല് റൂമിലൊക്കെ നിറയും. അമ്മയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ. അമ്മയുടെ റൂമിൽ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അമ്മ കുറച്ച് കെമിക്കൽ എടുത്തിട്ട് പോകാൻ പറയും. പക്ഷെ നമ്മൾ ഹോളിലൊക്കെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു ലൈറ്റ് സ്മെല്ല് അതിങ്ങനെ റൂമിലുണ്ടാവും. അതിൻ്റെ തൊട്ടടുത്ത് പോയിരുന്ന ഇത്തിരി ഹാർഡായിട്ട് തോന്നും. പക്ഷെ ആ റൂമിലൊന്ന് ഫാനൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും നല്ല സ്മെല്ലുണ്ടാവും. അപ്പം ഇനി മറ്റേ സിസ്റ്റർമാരെ കൊണ്ടുവരാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകണം. അമ്മയ്ക്ക് ഇഞ്ചക്ഷനൊക്കെ ഇടാനായിട്ട്. എനിക്ക് ചിരി അഭിനയിക്കാൻ അറിയണില്ല. സാറില്ല. ആദ്യം കുതിയൊന്നും ഒന്നുകൂടി നോക്കാം. സീരിയസ്. അപ്പോൾ ഇത്രയും ക്ലിപ്പുകൾ എടുത്ത് തന്ന വീഡിയോന് താങ്ക് യു. ഓക്കെ ഡി. അപ്പം ഞാൻ പോട്ടെ. അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ വെയിറ്റിങ്ങിലാണ്. അപ്പം അങ്ങനെ അമ്മയുടെ ഇഞ്ചക്ഷൻ കൊടുക്കലൊക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ ചായക്ക് കടി എന്തെങ്കിലും മേടിക്കാൻ പറഞ്ഞിട്ട് മേടും. അപ്പോൾ അതും മേടിച്ചിട്ട് വേണം ഇനി വീട്ടിലേക്ക് പോകാനായിട്ട്. അപ്പോൾ അങ്ങനെ പാളംപറമ്പിൽ നിന്ന് എടശ്ശേരി ഹോട്ടലിൽ നിന്ന് പൊറോട്ടയും ഡിമാർട്ടിൽ നിന്ന് പച്ചമുളകും തൈരൊക്കെ മേടിച്ച് നേരെ പോവാണ്. ഈ ചേട്ടന് പൊറോട്ടയാണ് ഇഷ്ടം. അപ്പോൾ പൊറോട്ടയും മുട്ടക്കറി മേടിച്ചാണ്. മുട്ട സ്റ്റീവ് എടുത്തിട്ട് പോയി. അപ്പോൾ നമ്മുടെ ചേട്ടന് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ചേട്ടൻ ഇലക്ട്രീഷ്യനാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. മെയിൻ काम इलेक्ट्रिकल का? इलेक्ट्रिकल बेटा इधर ही काम कर रहा है. वो पत्थर कल्ली का काम करता है ऊपर. हाँ ये टाइल का. ऊपर. अच्छा अभी गया वो. आप इधर क्या काम कर रहे हैं? मैं अभी यहाँ बिजली का इलेक्ट्रिकल मिलता मिल जाएगा, नहीं तो दूसरा काम बैठ के तो कोई फायदा नहीं. कुछ भी करेगा, मिलने वाला काम करेगा. अरे गांव में तो क्या काम कर रहा था? गाँव में ഇലക്ട്രീഷ്യൻ എന്താ? അച്ഛാ നമ്മളിവിടെ ഒരു പണി മാത്രം ചെയ്യുള്ളൂ എന്ന് വാശി പിടിച്ചിരിക്കും. ഇവർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലി ചെയ്യണം, എന്ത് ജോലി കിട്ടുന്നോ ആ ജോലി അങ്ങോട്ട് ചെയ്യുക, പൈസ ഉണ്ടാക്കുക, അത് തന്നെ. എന്റെ ഹിന്ദിയായിട്ട് ആരും ഞെട്ടണ്ട, ഹിന്ദി നമുക്ക് അറിയാം. सोच रहा होगा ये कचरा हिंदी बात कर रहा है क्यों में? नहीं अभी केरला वाला भी हिंदी बोलता है. अभी स्कूल में चालू हो गया. स्कूल में नहीं, अभी स्कूल में चालू हुआ ना. नहीं अभी केरला में बहुत आदमी आ रहे हैं ना बाहर से. कलकत्ता बंगाल पूरा आदमी लोग इधर आ रहे हैं. इसके लिए इधर वाला हिंदी सीखना ही पड़ेगा बात करने के लिए. अभी इस साइड ले
ഇവിടുത്തെ പുല്ലോരൊക്കെ കഴിഞ്ഞു. ഇനി അപ്പുറത്തെ സൈഡിൽ പറക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സൈഡിലും കുറേ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ബാക്ക് സൈഡിൽ പണിക്ക്. എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ ഇത്ര നേരത്തെ വിശേഷങ്ങൾ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ വരാം കേട്ടോ. കഴിഞ്ഞ ദിവസം CJ's വീട്ടിലൊക്കെ പെരുന്നാളിന് പോയിണ്ടായി. എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടില്ല. അപ്പോൾ മിടുവിൻ്റെ ചാനൽ വൈൽഡ് വ്ളോഗ്സിൽ ഇട്ടിരുന്നു. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടോളൂ. വേറെ വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.